എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നുള്ളത് കോർക്കിലാണ്. ഇതൊരു ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ഒരു ട്രിപ്പ് വന്നു. ഞങ്ങളുടെ കൂടെ ആ പഴയ വീട്ടിലുണ്ടായിരുന്ന ഫാമിലീസും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മൾ വ്യാഴാഴ്ച വന്നല്ലേ, വ്യാഴാഴ്ച രാത്രി വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു. ഇപ്പം വെള്ളിയാഴ്ചയായി. അമേലി ആഞ്ചലായും ഇവിടെ നല്ല കളിയാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. നിങ്ങളെ ആ വ്യൂ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. മേഘങ്ങളൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുന്നത് കണ്ടോ, മലയുടെ മുകളിൽ. അടിപൊളി വ്യൂ ആട്ടോ നമ്മുടെ ഈ വീടിന്റെ മുന്നിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് കാണാനായിട്ട്. ഈ കാണുന്ന വീടുകളും അതുപോലെ ഈ ഏരിയ ഒക്കെ കൂടുതലും ഫാമിംഗ് ലാൻഡ് ആണ്. എന്നാ പറഞ്ഞേ? ഞാൻ നിങ്ങളെ ചെറുതായിട്ട് ഈ വീടൊന്ന് കാണിക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് പ്ലസ് കിച്ചൺ. നമുക്കെല്ലാം അവൈലബിൾ ആണ്. കോഫിയൊക്കെ ഇട്ട് കുടിക്കാം. ഫ്രഷ് ഫ്ലവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അവരെ സ്കോൺസും അതും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം ഫിനിഷ് ചെയ്തു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ അതേ കയറി വരുമ്പോൾ ഒരു ചെറിയ കോറിഡോർ പോലെ. ഇത് ഇവിടുത്തെ ലിവിംഗ് റൂം, ചെറിയൊരു ലിവിംഗ് റൂമാണ്. TV ഒക്കെ വെച്ചിട്ടുണ്ട്. അതെ. പിന്നെ നമുക്ക് ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ. ചെറിയൊരു ടേബിളും കുറെ ലീഫ്ലെറ്റും കാര്യങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് ഞങ്ങൾ എടുത്ത ബെഡ്റൂം. ഇത് ഇച്ചിരി മെസ്സിയായിട്ട് കിടക്കുവാണ്. രാവിലെ എഴുന്നേറ്റ് വരുന്നതിന്റെ ഒരു ഇതാണ്. ബേബി കോട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഡ്രോയേഴ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. അത് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അടുത്ത ബെഡ്റൂമാണ് കേട്ടോ. ഞാൻ കയറുന്നില്ല. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സമയമായി. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ഇരിപ്പുണ്ട്. തുണി വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം. ഇത് പുറത്തോട്ടുള്ള ഡോറാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ നമുക്കൊരു കോമൺ വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇതൊരു വീടായിട്ടാണ് കേട്ടോ. നമ്മുടെ ഓണർ അപ്പുറത്താണ് താമസം. നല്ല അടിപൊളി ഒരു മിറർ ഉണ്ട് ഇവിടെ. എല്ലാവരും ഇവിടെ ഉണ്ട്. That's my photo. ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അവര് നമ്മുടെ തൊട്ട് പുറകിലുണ്ട്. റോഡ് ഇച്ചിരി മോശമാണ്, അതുകൊണ്ട് ഷേക്ക് ആവുന്നുണ്ട്. സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം പ്ലാൻ ചെയ്തു ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാട്ടോ. നമ്മളിപ്പോ ഹീലി പാസ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇടയ്ക്ക് ചെറിയൊരു കുഞ്ഞു വെള്ളച്ചാട്ടവും ചെറിയൊരു തോട് പോലെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. എല്ലാവരും ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാനും അതുപോലെ കാഴ്ചയൊക്കെ കാണാനായിട്ട് നിർത്തിയിരിക്കുന്നതാണ്. നല്ല കോടമഞ്ഞുണ്ട്, ചെറിയ മഴയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നല്ല മലയാണ്, വലിയ മലയായി കാണുന്നത്. മഞ്ഞ് കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു പാസ് ഹീലി പാസ് കയറി ഏകദേശം ടോപ്പിലെത്തി. ഇവിടെ ഒരു ഗാഗുൽത്താടെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താഴേക്ക് നോക്കി, മഴ കാരണം ഭയങ്കര ഫോഗാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല പൊക്കത്തിലാണ് ഇങ്ങനെ കേട്ടോ. ശരിക്കും മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ. വണ്ടിയൊക്കെ ലൈറ്റിട്ട് കിടക്കുന്നത് മാത്രം ചെറുതായിട്ട് കാണാനേ ഉള്ളൂ. പക്ഷേ ഫുള്ള് ഫോഗാണ്, റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ വൈൽഡ് അറ്റ്ലാന്റിക് വ്യൂ പോയിന്റിൽ വന്നതാണ് കേട്ടോ. അവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. കടലൊക്കെ നന്നായിട്ട് കയറി കിടക്കുന്നതാണ്. അതുപോലെ ഒരു സൈഡിൽ മലയും നല്ലൊരു ലാൻഡ്സ്കേപ്പും സീനറിയൊക്കെ ഉണ്ട്. താഴേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴല്ലോ ഇവിടെ ചെറിയൊരു പിക്നിക് സ്പോട്ടാണ് കേട്ടോ. നമ്മളിപ്പം കാഹാ പാസിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ടണൽ ക്രോസ് ചെയ്തു അല്ലേ വെച്ചാ? ചെറുതോറണം ക്രോസ് ചെയ്തു. വീണ്ടും ചെറിയ ചെറിയ ഇതുകൊണ്ടോ പാറ പൊട്ടിച്ച് ടണൽ പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അടുത്ത ടണലിൽ എത്തിയിരിക്കുകയാണ്. ഇത് പാറയാണോ വെച്ചാ? ഇത് ഫുള്ള് പാറ പൊട്ടിച്ചുള്ള വലിയൊരു ടണലാണ് കേട്ടോ ഇത്. അമേലിയ, ഡിഡ് യു സീ അമേലിയ? ഫിഷോ? അയ്യോ, രസമുണ്ടല്ലേ. അയ്യോ, ഇത് ഫുള്ള് പാറയും കൊണ്ടാ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ചെറിയൊരു സ്റ്റോപ്പ് എടുത്തു. അവിടെ ഇവിടെ ഫേസ് പെയിന്റ് ചെയ്യുന്നുണ്ട്. അമേലിയായും ആഞ്ചലായും ഫേസ് പെയിന്റ് ചെയ്യാന്ന് വെച്ചു. ഇന്നലെ അമേലിയ ഫേസ് പെയിന്റ് ചെയ്തല്ലേ അമേലിയ?
ആണോ? ഇഷ്ടപ്പെട്ടോ അവര് പെയിന്റ് ചെയ്യുന്നേ? ഞങ്ങൾക്ക് ഈ സെന്റ് പാട്രിക്സ് ഡേയുടെ ഫേസ് പെയിന്റിങ് ഉണ്ടായിരുന്നു. ഫ്രീ പെയിന്റിങ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫേസ് പെയിന്റ് ചെയ്തു. ഇതേ അമേലിയയെ കാണിക്കാം. അമേലിയയുടെ ഫേസ് പെയിന്റിങ് ആണ് ഇത് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഫ്രീ പെയിന്റിങ് ആയിരുന്നു. ഇതേ ആഞ്ചലയുടെ പെയിന്റിങ്. ഇഷ്ടപ്പെട്ടോ അമേലിയ? ഞങ്ങൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തി ചെറുതായിട്ടൊന്ന് കഴിച്ചു. ഇതേ ഒരാൾ കുത്തി കയറ്റുന്നു. ചിക്കനാണോ അമേലിയ കഴിക്കുന്നത്? നൈസ് പെയിന്റിങ് അമേലിയ, ലവ്ലി. ആഞ്ചല എൻ്റെ പൊന്ന് ചിക്കനാണോ കഴിക്കുന്നത്? ഫേസ് പെയിന്റ് കാണിച്ചേ. ഞാനും നിഷയും അമേലിയെ ആഞ്ചലായും ചെയ്തു. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു അല്ലേ ചേച്ചാ? ഗ്ലെൻ കാരിഫിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് 1-2 ഡെസ്റ്റിനേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകും. ഇപ്രാവശ്യം പറഞ്ഞായിരുന്നു ചിക്കനൊക്കെ വാങ്ങിച്ചൊന്ന് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇവിടുത്തെ സ്റ്റൈലിൽ പൊട്ടറ്റോ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. നടക്കുമെന്ന് അറിയത്തില്ല. സുജിത്ത്, നിഷ, റബിന് അവരും കഴിച്ചു. നിഷയും ഫേസിൽ പെയിന്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങളെല്ലാം ഇനിയും അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. അവിടെ പോന്നെ. വീണ്ടും കാണണം. നമ്മളിപ്പം ബോഗൻബാഴ നാഷണൽ പാർക്ക്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഉള്ളിൽ കേറുന്നില്ല. ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങിയിട്ട് നടന്ന് കാണിക്കാം. മാഷി എവിടെ പോയതാ മാഷി? എന്നിട്ടോ ഫോട്ടോ എടുത്തോ? നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഒന്ന് കാണാൻ പോവാണ്. നല്ല സൂപ്പർ വ്യൂ ആണ്. വെള്ളം ഒഴുകി വരുന്നുണ്ട് മലമുകളിൽ നിന്ന്. എന്താ സെൻട്ര? ആ ഓക്കെ ഓക്കെ. പഴയ ഒരു ചർച്ചും പിന്നെ അവിടെ ഒരു എന്താ പറയുന്നത് ഹോളി വെല്ലുണ്ട്. അതിൻ്റെ അകത്ത് പൈസ ഒന്നും ഇടരുത് അവർ പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇതേ പോന്നു. ഇതെങ്ങോട്ട് പോവാ രണ്ടുപേരും? ഹലോ ഗേൾസ്, എവിടെ പോവാ? തീർത്ഥാടനത്തിന് പോണോ? ഏതെന്നെ വൈക്കോച്ചു അവിടെ ഒന്നും ഇല്ല റബിനെ. ഓ സ്ക്വിറൽസ് ഈറ്റ് ചെയ്യുന്നതാണ്. ആണോ? അതെ, കൊണ്ടുപോന്നോ സ്ക്വിറൽസിന് കൊടുക്കാൻ? അയ്യോ എടുക്കണ്ട. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ചുമ്മാ പറഞ്ഞതാ. പോ പോ പോ, വേണ്ട പുറേ പോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അമേലി നീ ഇങ്ങോട്ടടി പോന്നേ. ഇത് കണ്ടോ എൻ്റെ പൊന്നെ, നീ ഇവിടെ കിടക്കുന്ന എല്ലാ സാധനവും ഈ അമേലിയ പറക്കും. അതാണ് ഇനി അമേലിയയുടെ ഒരു പ്രശ്നം. അയ്യോ ദേ എല്ലാം പറക്കുന്ന നിലത്തിരുന്നു. എന്നിട്ട് ഒരു ഐ ലവ് യു പറയും. എന്നാടാ അത്? That's mine. Okay, thank you baby. Love you baby. എനിക്കാണോ അമേലിയ അത്? അയ്യോ ഇതെവിടെ വെള്ളത്തിൽ എല്ലാരും കൂടെ കളിയാ. എടി മാഷയുടെ ദേഹത്തം കൊഴിക്കടി. അമേലിയ മാഷയുടെ ദേഹത്തം കൊഴിക്കടി. അയ്യോ അയ്യോ ഇവര് പ്രാർത്ഥിക്കാനായിട്ട് പോവാണ് ഈ ചർച്ചില്. ചെറിയൊരു പള്ളിയാണ് കേട്ടോ, പഴയ പള്ളിയാ. ഫോട്ടോഗ്രാഫി നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു രക്ഷയില്ല. അങ്ങോട്ട് നോക്കി. പക്ഷെ നല്ല സ്ഥലമാണ് അല്ലേ ചേച്ചാ? നല്ല സ്ഥലമാണ്. നല്ലൊരു ലേക്ക് ഉണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് പാർക്കിലൂടെയാണ് കേട്ടോ. ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അത്രയും നടക്കാനായിട്ട് മെനക്കെടാത്തതുകൊണ്ട് ഉള്ളിലേക്ക് പോയില്ലെന്നേ ഉള്ളൂ. അതെ, പക്ഷെ ഇവിടെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അതിനു മുമ്പ് ഇവിടുത്തെ ഫുൾ വ്യൂ ഞാനൊന്ന് കാണിച്ചു തരാം.
ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. മീസൺ ഹെഡ് അല്ലേ വെച്ചാൽ ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അങ്ങോട്ട് എടുക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് ചാർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അതാണെന്ന് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ഞങ്ങൾ ഇങ്ങനെ പലയിടത്ത് പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എവിടെയും കുക്ക് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇച്ചിരി ചിക്കനൊക്കെ വാങ്ങിച്ച് ഒന്ന് ഫ്രൈ ചെയ്യാം, ഒരു രസമല്ലേ. അപ്പം അതാണ് വൈകിട്ടത്തെ പരിപാടി. അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് കാണാം. ഇതായിരുന്നു ഇവിടുത്തെ സംഭവം അല്ലേ ചാ? അതാണ് നമ്മുടെ ഡിസ്കവറി പോയിന്റ്. അതെ, ഇപ്പം നല്ല മഴയായി. ഞാനിപ്പോ എന്നാണേലും ഇറങ്ങുന്നില്ല, കാരണം ഞാൻ മഴ ആയതുകൊണ്ടൊന്ന് ഇറങ്ങി നോക്കാന്ന് തന്നെ തീരുമാനിച്ചു. ഞങ്ങളുടെ കുഞ്ഞൂസ് രണ്ടുപേരും ഉറക്കമാണ്. ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കം രണ്ടുന്തേ. അതുകൊണ്ട് തന്നെ ഫേസ് പെയിന്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഉറക്കമാണ്. അപ്പം ആദ്യം അച്ഛനൊന്ന് പോയി ഇറങ്ങി നോക്കിയിട്ട് പോവാം. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അറിയത്തില്ല. നമ്മളിപ്പോൾ മൈസൺ ഹെഡ് വന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിസിറ്റർ സെൻറ്ററിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് ഒന്നും കയറി കാണാൻ പറ്റിയില്ല. പിന്നെ ദേ ഇവിടെ നമ്മളൊരു മതിലൊക്കെ ചാടി കടന്ന് ഇതിലോട്ട് ഒന്ന് കയറി വന്നതാണ്. ഇവിടെ എന്തായാലും വന്നതല്ലേ, അത്യാവശ്യം ഒന്ന് കാണാമെന്ന് കരുതി. ഞങ്ങളൊരു കുറച്ച് ദൂരം കൂടെ നടന്നു നോക്കി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ആ ബ്രിഡ്ജ് ഒന്നും കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. മതിലൊക്കെ ചാടി ഇറങ്ങി ഓരോരുത്തർ വരുന്നുണ്ട് കേട്ടോ. ആ വഴി മതിൽ ചാടിയാണ് ഞങ്ങൾ കയറി പോയത്. എന്തായാലും കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. ചെറിയൊരു വ്യൂ കിട്ടി. അയർലൻഡിൻ്റെ ഏറ്റവും തെക്കേ അറ്റം കേട്ടോ, സതേൺലി പോയിന്റാണിത്, മൈസൺ ഹെഡ്. അപ്പം ഇനി നമുക്ക് ഇവിടുത്തെ വിസിറ്റർ പോയിന്റ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒന്ന് വന്ന് അടിപൊളിയായിട്ടെല്ലാം ഒന്ന് കാണണം. ഞങ്ങൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. ഓടി വന്നത് എവിടെ ഒരാളെ ഉടുപ്പൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ 6:15 കഴിഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ ചിക്കനൊക്കെ കുക്ക് ചെയ്ത് അല്ലേ ആണ്. അപ്പോൾ ഇതാണ് കോർക്കിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ കറക്കവും പരിപാടിയൊക്കെ. അപ്പോൾ നമ്മൾ നാളെ എന്താണ് പ്ലാൻ എന്ന് അറിയത്തില്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വീഡിയോ എടുക്കും. അപ്പം പുതിയ വീഡിയോ ആയിട്ടും അപ്ഡേറ്റ്സും ആയിട്ടും ഞങ്ങൾ വീണ്ടും വരും.